ഇസ്രായേൽ ഇറാൻ യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അതിശക്തമായ ആക്രമണത്താൽ ഇറാൻ തകർന്നു എന്ന് പറയുമ്പോഴും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കടന്നു എന്നുകൊണ്ട് ഡിമോണ, നെഗേവ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് ഇറാൻ അതിശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ അകലെയാണ് ഇസ്രായേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കുവാനായിട്ടാണ് ഇസ്രായേലും അമേരിക്കയും യുദ്ധം തുടങ്ങിയത്. എന്നാൽ അതേ സമയത്ത് ഇസ്രായേൽ അവരുടെ രാജ്യത്ത് ആണവ പദ്ധതികൾ പുരോഗമിക്കുകയും അണുബോംബിൻ നിർമ്മാണം സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ലോകത്തിന് തന്നെ ഭീഷണിയായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് എന്ന കാര്യം നമുക്ക് മറക്കാൻ പാടില്ല. 1945 അമേരിക്ക ജപ്പാനിലെ ഹിറോഷിമയിലും നാഗസാക്കിയിലും ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് വർഷിക്കുമ്പോൾ അതിന്റെ ഫലം ഇന്നും ആ പ്രദേശത്ത് ജനിക്കുന്ന കുട്ടികൾ അതിന്റെ തിക്താനുഭവം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം റഷ്യ 1961 ഹിറോഷിമയിലും നാഗസാക്കിയിലും പ്രയോഗിച്ച ആറ്റം ബോംബിന്റെ 3300 മടങ്ങ് പ്രഹരശേഷിയുള്ള ആറ്റം ബോംബാണ് ആർട്ടിക് സമുദ്രത്തിനടിയിൽ റഷ്യ പരീക്ഷണം നടത്തിയത്. അതിന്റെ ഫലമായിട്ട് എന്താണ്, 1000 കിലോമീറ്റർ ദൂരെയുള്ള വ്യക്തികൾക്ക് വരെ അതിന്റെ പ്രകാശം എത്തിച്ചേരും. ആ പ്രകാശം എത്തിച്ചേർന്നാൽ ആ വ്യക്തിയുടെ കാഴ്ച പോലും നശിക്കും. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അതിഭീകരമായിട്ടുള്ള ശാരീരികമായ അസ്വസ്ഥത നമ്മുടെ സമൂഹത്തിന് മുഴുവൻ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആറ്റം ബോംബും ന്യൂക്ലിയർ ബോംബും എന്ന് പറയുന്നത് മാനവരാശിക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഈ അവസരത്തിൽ അമേരിക്ക ഇറാന് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനകം തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ ഊർജ കേന്ദ്രങ്ങളെല്ലാം നശിപ്പിക്കുമെന്നുള്ളതാണ്. ഇറാൻ അപ്പോൾ മറ്റൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗൾഫ് മേഖലയാകെ കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലേക്ക് പോകേണ്ടി വരും. മുഴുവൻ ജല സംഭരണ കേന്ദ്രങ്ങളും നശിപ്പിക്കുമെന്നുള്ളതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഊർജ കേന്ദ്രം നശിപ്പിക്കുകയും മറുവശത്ത് കുടിവെള്ളം മുട്ടിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് യുദ്ധങ്ങളും കൂടി വരുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി ഗൾഫ് മേഖലയിൽ പോയി കിടക്കുമ്പോൾ അതിനെയൊക്കെ ദുരിതത്തിലടത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ ചോരക്കൊതിയും അമേരിക്കയുടെ സാമ്രാജ്യത്വവും ഇറാന്റെ തിരിച്ചടിയും നമ്മുടെ ലോകത്തിന് ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും നമ്മുടെ സഹോദരന്മാർക്ക് ഗൾഫ് മേഖലയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.